ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ലെക്ചർ സീരീസിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു സിനാരിയോ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അല്ലേ? ഈ ഹോസ്പിറ്റലിൽ പോയപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അവിടെ പോയിട്ട് നിങ്ങൾ പറയുക സ്കിൻ ഡോക്ടറിനെയാണ് കാണേണ്ടതെന്ന്. അപ്പോൾ തന്നെ അവർ പറയും ഓക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് ഓക്കെ ദിസ് ആൻഡ് ദിസ് ഡോക്ടേഴ്സ് ആണ്. അപ്പം എന്തിനാണ് അവർ സ്കിൻ ഡോക്ടറിനെ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്? അപ്പം ഇതൊരു മെഡിക്കൽ ടേമാണ്. കാരണം ആ സ്കിൻ ഡോക്ടർ ഇല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് അത് പ്രൊസീജിയേഴ്സ് ആകാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസ്, ഇല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ടേംസുകളുണ്ട്. ഈ ടേംസുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയതാണോ ഇത്? നമുക്കെന്നാ ഹാർട്ടിൻ്റെ നാളെ കാർഡിയോ എന്ന് വിളിക്കാം, സ്കിന്നിന് ഡെർമ എന്ന് വിളിക്കാം എന്ന് ആർക്കെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് തോന്നിയതായിരിക്കില്ലല്ലോ. ഇത് നമ്മുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതൊരു യൂണിവേഴ്സലിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെർമിനോളജീസ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ഇന്ത്യയിൽ നിന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നു. ഫോറിൻ പേഷ്യൻ്റ് ആയിരുന്നു. ഈ ഫോറിൻ പേഷ്യൻറ്റിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് അവരുടെ സ്വന്തം നാട്ടിൽ പോയി ഇവിടുത്തെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. എന്നിട്ട് അവിടുന്ന് ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പം നമ്മുടെ ഇന്ത്യയിലെ ഡോക്ടർ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പ്രൊസീജിയർ ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ഒരു ലോക്കൽ ലാംഗ്വേജിലാണ് നമ്മളിവിടുത്തെ പ്രൊസീജിയേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് അവരുടെ നാട്ടിൽ പോയിട്ട് ആ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഡോക്ടറിന് മനസ്സിലാകാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം അവർ നമ്മുടെ കൾച്ചർ അതേപോലെ ലാംഗ്വേജുമായിട്ട് ഫെമിലിയർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആകണം. ആ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെർമിനോളജീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ബേസിക് അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചർ സീരീസിൽ നിന്നും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കവറപ്പ് ചെയ്യാൻ പോകുന്നത്? ആദ്യം ഫണ്ടമെൻ്റൽസ് വരും, പിന്നെ ഇതിൻ്റെ വേർഡ് പാർട്സുകൾ വരും, റൂട്ടുകളും പ്രിഫിക്സുകൾ, സഫിക്സുകൾ, കമ്പൈനിങ് വവൽസുകൾ. ഇതൊക്കെ ഒരു മെഡിക്കൽ ടെർമിനോളജീൻ്റെ പാർട്സുകളാണ്. വരും ടൈമുകളിൽ നിങ്ങൾക്ക് ഓരോന്നും എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് തരും. അതേപോലെ എക്സാമ്പിൾസും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ മെഡിക്കൽ ടെർമിനോളജി സെർവ് ആസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് ഹെൽത്ത് കെയർ, facilitating a clear and precise communication among the healthcare professionals, patients, and other stakeholders in the dynamic and often high-stakes environment of healthcare settings. The ability to acquire convey information is the paramount. ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ഇൻഫോം ചെയ്ത പോലെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണ്ടത്? കാരണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അത് ഡോക്ടേഴ്സ് ആകാം, നഴ്സസ് ആകാം, ആരിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് എന്താകണം, ഡൈവേഴ്സിറ്റി കാരണം കൊണ്ട് അത് തിരിച്ചറിയാനോ മനസ്സിലാകാതിരിക്കാനോ പാടില്ല. മറിച്ച് നമ്മൾ ഒരു ഹെൽത്ത് കെയർ ഡൊമൈൻ, അത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും അബ്രോഡിൽ നിന്നാണെങ്കിലും ഒരു സിംഗിൾ വേർഡ് മീൻ ചെയ്യുന്നത് സിമിലർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ നെക്സ്റ്റ്
എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്? അതാണ് നെക്സ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ്. നമുക്കൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് കിട്ടുമ്പോൾ ബാരിയേഴ്സ് ഇല്ലാതെ നമുക്ക് എന്താക്കാം, മെഡിക്കൽ ടെർമിനോളജീസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഡോക്ടർ ടു ഡോക്ടർ ഇല്ല, ഡോക്ടർ ടു നേഴ്സസ് ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ഒരു പ്രോപ്പർ ആയിരിക്കും, പ്രത്യേകിച്ച് അതിലൊരു ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ. Next, precision and clarity. It ensures accuracy in describing medical concepts, minimizing errors and understandings. അപ്പോൾ ഒരു പേഷ്യൻ്റ് അവരുടെ ട്രീറ്റ്മെൻറ്റോ പ്രൊസീജിയേഴ്സോ റിലേറ്റഡ് ആയിട്ടുള്ള ഇറേഴ്സുകളും ഇല്ലെങ്കിൽ എന്താണ് ആ ഡോക്ടർ ഉദ്ദേശിച്ചത് എന്നുള്ളത് മാറാനുള്ള ചാൻസസ് വളരെ കുറവാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജീസ് യൂസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ്, എഫിഷ്യൻസി. മെഡിക്കൽ ടെർമിനോളജി ഫെസിലിറ്റേറ്റ് quick and effective communication with healthcare teams. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി കാരണം ഇല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടീമാണ് ഒരു ടീം ഫോം ചെയ്തപ്പം ആ ടീം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെഡിക്കൽ ടെർമിനോളജീസ്. നെക്സ്റ്റ്, പേഷ്യൻ്റ് എംപവർമെൻറ്റ്. അണ്ടർസ്റ്റാൻഡിങ് ദ മെഡിക്കൽ ടെർമിനോളജി എംപവേഴ്സ് പേഷ്യൻ്റ് ടു ആക്റ്റീവ്ലി എൻഗേജ് ദ ഹെൽത്ത് കെയർ ഡിസിഷൻസ്. അപ്പോൾ അവർക്കൊരു പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ മെഡിക്കൽ ടെർമിനോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താക്കാം, അത് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സെക്കൻഡ് ഒപ്പീനിയൻസ് എടുക്കണമെങ്കിൽ അതിനെയൊക്കെ എന്താക്കാം, എന്ത് കണ്ടെക്സ്റ്റാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പർ ഡിസിഷൻസും പേഷ്യൻസിന് എടുക്കാൻ പറ്റും. നെക്സ്റ്റ്, സേഫ്റ്റി. സ്റ്റാൻഡർഡൈസ്ഡ് ടെർമിനോളജി reduces errors, enhancing patient safety and improving outcomes. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സേഫ്റ്റി. എങ്ങനെ? ഒരു സപ്പോസ് ഒരു ഡോക്ടർ എന്തൊക്കെയാണ് ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ്സും ഇതൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ആ ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാതെ വേറൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള റെക്കോർഡ്സുകളൊക്കെ സബ്മിഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഫസ്റ്റത്തെ ഡോക്ടർ എന്താണോ ഉദ്ദേശിച്ചത്, എന്ത് കണ്ടെക്സ്റ്റാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് സെക്കൻഡ് ഡോക്ടറിനും കൺസൾട്ടേഷൻസും എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് കറക്റ്റ് ഐഡിയയിൽ പറഞ്ഞു കൊടുക്കും. ഇത് പേഷ്യൻ്റ് സേഫ്റ്റിക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻസിലോട്ട് വരാം. നമ്മൾ ഏതൊരു കാര്യവും പറയുമ്പോൾ ആദ്യം അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം, എന്താണ് ആ ഒരു മെഡിക്കൽ ടെർമിനോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മെഡിക്കൽ ടെർമിനോളജി refers to a specialized language used by healthcare professionals to accurately describe medical concepts, conditions, procedures and treatment. അപ്പം മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജസ് ആണ്. ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. ഈ മെഡിക്കൽ ടെർമിനോളജി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കൺസെപ്റ്റുകളാകാം, കണ്ടീഷൻസ് ആകാം, ഏതെങ്കിലും പെർട്ടിക്കുലർ അസുഖങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാകാം, പ്രൊസീജിയേഴ്സ് ആകാം, എന്ത് സർജറി ടൈപ്പാണ് എന്നുള്ളതിനെ ഇതാക്കാം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാകാം. അപ്പം medical terminology is a specialized language used by healthcare workers to describe the concept, conditions, procedures or treatment. The importance of the standardized language. Standardized medical terminology is the crucial in a healthcare to ensure clarity, precision, consistency in communication among healthcare providers, patient and other stakeholders. It helps to minimize the misunderstanding, reduce errors and improve patient safety and കെയർ ക്വാളിറ്റി. സിഗ്നിഫിക്കൻസ് നമ്മൾ ആദ്യം തന്നെ ഡിസ്ക്രൈബ് ചെയ്തത് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒന്ന്, ക്ലാരിറ്റിയും പ്രിസിഷനോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസിസ്റ്റൻസി, നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുത്താലും എബ്രോഡിൽ നിന്ന് എടുത്താലും ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട്. നെക്സ്റ്റ്, അതേപോലെ നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി തമ്മിലുള്ള റെഫറൻസസുകളെയൊക്കെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അറ്റ് ദ സെയിം ടൈം പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ടു ഡോക്ടർ
അങ്ങനെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സുകൾ വരാതിരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ്. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കുമ്പോൾ തന്നെ സേഫ്റ്റി അവിടെ ഓട്ടോമാറ്റിക്കലി പേഷ്യൻസിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം. എന്താണ് കാർഡിയോ വാസ്കുലർ? കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ടാണ്, വാസ്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെസൽസുകൾ, അതായത് ഹാർട്ടും ബ്ലഡ് വെസൽസുകളെയും റിലേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് സ്റ്റൊമക്കിൻ്റെ ഒരു ഭാഗമാണ്. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ സ്റ്റൊമക്കാണ്. നെക്സ്റ്റ് അപ്പൻഡക്ടമി. അപ്പൻഡക്ടമി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു ഓർഗൻ ഉണ്ട്. അതിനെ എക്ടമി എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പൻഡക്ടമി എന്ന് പറയുന്നത് അപ്പൻഡിക്സിനെ കട്ട് ചെയ്യുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ, ടെൻഷൻ ഓക്കെ. ഈ ടെൻഷൻ എന്താണ്? ഹൈപ്പർ ആയി പോവാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുകയാണ്. അപ്പം നമ്മുടെ എന്തിൻ്റെ ടെൻഷനാണ്? ബ്ലഡ് വെസൽസിലുള്ള ടെൻഷൻസ് കൂടുക, അതായത് BP കൂടുന്നതാണ് ഹൈപ്പർ ടെൻഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം. ഡയബറ്റീസ്. ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡിൻ്റെ ലെവല് കൂടുന്നതിനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതൊരു ക്രോണിക് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടെക്സ്റ്റുകൾ ഡിഫറൻസ് ആണ്. ഇപ്പോൾ കാർഡിയോ വാസ്കുലർ അതൊരു അനാറ്റമി റിലേറ്റഡ് ആണ്. ഗ്യാസ്ട്രൈറ്റിസ് ഒരു കണ്ടീഷനാണ്. അപ്പൻഡക്ടമി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് കണ്ടീഷനാണ്. ബ്രോങ്കൈറ്റിസ് ഇതും ഒരു കണ്ടീഷനാണ്. ഡയബറ്റീസ് ഒരു ഡിസീസാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ വേർഡ്സുകൾ, നമ്മളിപ്പോൾ കുറേ എക്സാമ്പിളുകളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ വേർഡ്സുകൾ ഡെവലപ്പ് ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ വേർഡ്സുകളൊക്കെ എന്താണ്? 2 or 3 വേർഡ്സുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൊമക്കും ഐറ്റിസ് എന്ന് പറഞ്ഞപ്പോൾ ഇൻഫ്ലമേഷനും ആയിരുന്നു. ഈ 2 വേർഡുകളെയാണ് കൂടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്കൊരു മെഡിക്കൽ ടേം ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് ആയി മാറിയത്. അപ്പോൾ ഇതേപോലെ ഏതൊരു മെഡിക്കൽ ടേം എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് 2 or 3 കണക്ഷൻസുകൾ ഉണ്ടാവും. ഈ കണക്ഷൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫോം ചെയ്യുന്നത്, ഇതിനെ എന്ത് പറയും എന്നുള്ളതൊക്കെയാണ് ഫണ്ടമെൻ്റൽസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഒരു മെഡിക്കൽ ടേം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേർഡ് പാർട്ടാണ്. ഓക്കെ. ഈ വേർഡ് പാർട്ട് എന്ന് പറയുന്നത് സിംപിളറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗൻസോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്താക്കുകയാണ്, അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എയ്തർ ലാറ്റിൻ ഓർ ഗ്രീക്ക് വേർഡ്സ് ആണ്. അപ്പം ഏതൊരു മെഡിക്കൽ ടെർമിനോളജി എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എയ്തർ ലാറ്റിൻ വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രീക്ക് വേർഡ്സുകളായിരിക്കും. അപ്പം ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ വേർഡ് പാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ പോർഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് ഡയറക്റ്റ് അത് സ്പെസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കാർഡിയോളജി. കാർഡിയോളജി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് കാർഡിയോളജി എന്ന്. അപ്പോൾ ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഡൈറ്റിസ്. ഓക്കെ. ഇനി ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പം എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണോ ആ വേർഡ് റിവോൾവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി കമ്പൈനിങ് വവൽസ്. ഇപ്പോൾ കാർഡിയോളജി എന്ന് പറയുന്നതിന് 2 വേർഡ്സുകളാണ്. ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യണം. ഈ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേർഡ്സുകളോ ലെറ്റേഴ്സുകളെയാണ് നമ്മൾ കമ്പൈനിങ് വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഏതൊരു മെഡിക്കൽ ടേം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അതിന് എയ്തർ ഒരു വാലുണ്ടാകില്ലെങ്കിൽ തലയുണ്ടാകും. ഓക്കെ. ഇപ്പോൾ കാർഡിയോളജി, കാർഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് വേർഡിന് ശേഷം ആണ് ഓളജി വരുന്നത്. അപ്പം
ഒരു വേർഡിൻ്റെ ശേഷം വരുന്നതിന്, വേർഡ് എന്ന് പറയുന്നത് റൂട്ട് വേർഡാണ്, റൂട്ട് വേർഡിൻ്റെ ശേഷം വരുന്നതിന് നമ്മൾ സഫിക്സസ് എന്നും, ഇത് തൊട്ട് മുന്നേ ആണ് വരുന്നത് ഹൈപ്പർ ടെൻഷൻ, അപ്പോൾ ടെൻഷൻ്റെ തൊട്ട് മുന്നേ ആണ്, അപ്പോൾ ടെൻഷനാണ് ഇവിടെ റൂട്ട് വേർഡും അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ഹൈപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ പ്രിഫിക്സസ് എന്നും പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ വേർഡ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആകുന്ന ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽസിലോട്ട് പോകാം. എന്താണ് ഓരോ വേർഡ്സിലും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂട്ട് വേർഡ്സ് ആണ്. എന്താണ് റൂട്ട് വേർഡ്സ്? Root words are core elements of medical term often derived from Latin or Greek. അപ്പം ഇതാണ് അതിൻ്റെ കോർ അല്ലെങ്കിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് റൂട്ട് വേർഡ്സുകളാണ്. അപ്പോൾ ഈ റൂട്ട് വേർഡ്സിനെ റിവോൾവ് ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ മീനിങ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റൂട്ട് വേർഡ്സ് represent the main meaning of the word and typically related to body parts or medical concepts. ഓക്കെ, ആ ഒരു മെഡിക്കൽ ടേമിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മുടെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ് ഏത് നമ്മുടെ ബോഡി പാർട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷനെ പറയുന്നതായിരിക്കും. ഇപ്പം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഓക്കെ, കാർഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടാണ്, അത് നമ്മുടെ ബോഡിയിലുള്ളൊരു പാർട്ടാണ്. ഇതാണ് രണ്ട് എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് കാർഡി എന്ന് പറയുമ്പോൾ ഹാർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നെഫ്രോ എന്ന് പറയുന്നത് കിഡ്നി എന്നുമാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം. മയലോ സ്പൈനൽ കോഡിന് പറയുന്നതാണ്. മൈ എന്ന് പറയുന്നത് മസിൽസിനാണ്. ഓസ്റ്റിയോ എന്ന് പറയുന്നത് ബോണാണ്. മയൽ എന്ന് പറയുന്നത് ബോൺ മാരോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തുകൊണ്ടായിരിക്കും മയൽ എന്ന് പറയുന്നത് സ്പൈനൽ കോഡിനും പറയുന്നത് ബോൺ മാരോനും പറയുന്നത്? അപ്പോൾ ഇത് നമ്മുടെ എന്ത് കണ്ടീഷനാണ്? ഇത് പ്രിഫിക്സും അതേപോലെ സഫിക്സിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ന്യൂർ എന്ന് പറയുന്നത് നെർവ്സ് ആണ്. ആർത്തർ എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്. അപ്പോൾ ആർത്രൈറ്റിസ് ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷൻ. ന്യൂറോളജി എന്ന് പറയുന്നത് നെർവ്സിൻ്റെ സ്റ്റഡിയാണ്. മയലോളജി ബോൺ മാരോൻ്റെ സ്റ്റഡിയാണ്. ഓക്കെ, മയലൈറ്റിസ് ബോൺ മാരോ ഇല്ലെങ്കിൽ ബോൺസിൻ്റെ ഇൻഫ്ലമേഷൻ. ഇത് നമ്മുടെ ബോഡി പാർട്ടോ ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെയോ എക്സാമ്പിൾ ചെയ്യുന്നത്. ഇനി കളേഴ്സുകൾ നമ്മളെ ബോഡിയിൽ വരുന്ന ഇല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മെഡിക്കൽ ടേംസുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സയൻ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. സയനോസിസ് നമ്മുടെ ശരീരത്തിൽ രക്തമില്ലാതെ ആയിട്ട് നമ്മളെ ബോഡിക്ക് ഒരു ബ്ലൂ കളറായി മാറും. അതിനെ നമ്മൾ സയനോസിസ് എന്ന് പറയും. അപ്പോൾ എന്താണ്, നമ്മളെ ബോഡി ബ്ലൂ കളർ ആകുന്നത് കൊണ്ടാണ് അതിനെ സയനോസിസ് എന്ന് പറയുന്നത്. എരിത്രോ റെഡ്, ലൂക്കോ വൈറ്റ്, മെലനോ ബ്ലാക്ക്, പോളിയോ ഗ്രേ. ഇനി ഈ ഒരു വേർഡ്സ് ഫോം ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ ഉണ്ടാകും. അതിൻ്റെ ഗൈഡ് ലൈൻസുകളാണ്. എ വേർഡ് റൂട്ട് കനോട്ട് സ്റ്റാൻഡ് അലോൺ. അതായത് ഒരു വേർഡ് റൂട്ട് ഒറ്റക്കായിട്ട് ഒരിക്കലും നിലനിൽക്കില്ല. ഇതിൻ്റെ കൂടെ ഏതൊരു വാലോ ഒരു തലയോ ഉണ്ടാകും. വാല് എന്ന് പറയുന്നത് പ്രിഫിക്സ്, തല എന്ന് പറയുന്നത് സഫിക്സ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ മാത്രമേ ഒരു വേർഡ് റൂട്ടിന് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അതിനൊരു സിംഗിളായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രിഫിക്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. കമ്പൈനിങ് വവൽസ് ആർ അൺനെസസറി. ഇനി നമുക്ക് പ്രിഫിക്സ് നമ്മൾ ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ തൊട്ട് മുന്നേ ആണ് വെക്കുന്നതെങ്കിൽ അവിടെ കമ്പൈനിങ് വവൽസിൻ്റെ ആവശ്യം വരുന്നതില്ല. നമുക്ക് അപ്പോൾ ഹൈപ്പർ ടെൻഷൻ അതിന് പ്രത്യേകിച്ച് കമ്പൈൻ വവൽസ് അത് രണ്ടും കൂടി ചേർക്കുക, നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. മറിച്ച് ഇത് ഒരു വേർഡ് റൂട്ടിൻ്റെ ശേഷമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താക്കേണ്ടി വരും? ഇത് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പുകൾ അത്യാവശ്യമാണ്. ആ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പൈനിങ് വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് സെഷനിലോട്ട് പോകുമ്പോൾ സഫിക്സസുകളാണ്. അപ്പോൾ സഫിക്സുകൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വേർഡ് റൂട്ടിൻ്റെ ശേഷം യൂസ് ചെയ്യുന്ന വേർഡ്സുകളെയാണ് നമ്മൾ സഫിക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു എക്സാമ്പിളെങ്കിലും പറയാൻ പറ്റണം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും വരുന്നതെന്ന്. ആദ്യം തന്നെ ഡെഫിനിഷൻസിലോട്ട് പോകുമ്പം added at the end of the root words to indicate the condition, procedure or a part of a speech. നമ്മൾ എന്താണ് ഒരു വേർഡ് റൂട്ടിൻ്റെ ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടീഷനോ പ്രൊസീജിയറോ ഇല്ലെങ്കിൽ ഒരു സ്പീച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇത് യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സഫിക്സുകൾ യൂസ് ചെയ്യുന്നത്? ഹെൽപ്പ് ഇൻ ഡിസ്ക്രൈബിങ് ദ ഡിസീസ്, ഒരു പെർട്ടിക്കുലർ ഡിസീസസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഗ്യാസ്ട്രത്തിൻ്റെ ഇൻഫ്ലമേഷനാണ്. മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, അപ്പൻഡക്ടമി, നമ്മൾ പറയാം അപ്പൻഡിക്സിനെ മുറിച്ച് കളയുന്നത്, അതാണ് മെഡിക്കൽ പ്രൊസീജിയർ. ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ. എക്സാമ്പിൾ, ഐറ്റിസ്, ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം വരുന്നത്. ആർത്രൈറ്റിസ്, അപ്പം ആർത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു, അതൊരു ജോയിൻ്റ് പറയുന്നതാണ് ആർത്തർ. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർക്കുന്നതാണ് ആർത്രൈറ്റിസ്. അപ്പം ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എന്തൊരു സിമ്പിളാണ് അല്ലേ മെഡിക്കൽ ടേം. നമ്മൾ ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷൻ ആണ് എന്നൊക്കെ കഷ്ടപ്പെട്ട് പറയുന്നതിന് പകരം ഒരു സിംഗിൾ വേർഡില്ല, ആർത്രൈറ്റിസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം. നെക്സ്റ്റ് സെഷനിലോട്ട് പോകണമെങ്കിൽ മുന്നേ കുറച്ച് നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾസുകൾ നോക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. കുറച്ച് ലെറ്ററുകളാണ്. ഇത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ഒരു വേർഡിൻ്റെ എൻഡിങ്സിൽ ആക്, എൽ, ആർ, അറി, ഈൽ, ഐക്കൽ, അയൽ, ഐസി, എ, ഇ, അം, എസ്, വൈ, അഗോ, എസിസ്, അയ, അയാസിസ്, ഓസിസ്, അയോൺ, ഇസ്മ, ആൽജിയ, ഡൈനിയ, ഐറ്റിസ്, മലേഷ്യ, മെഗാലി, നെക്രോസിസ്, സ്ക്ലിറോസിസ്, സ്റ്റിനോസിസ്, ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്ത് വരാറ്. ഇതിൻ്റെ എക്സാമ്പിൾസുകൾ നോക്കാം. കാർഡിയാക്, റീനൽ, ന്യൂറോളജിക്കൽ, ബാക്ടീരിയ, സിൻഡ്രോം, സാർക്കോമ, ഹെമറേജ്, അനസ്തേഷ്യ, ഡയബറ്റിസ്, ആർത്രൈറ്റിസ്, മയാൽജിയ, ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ കാർഡിയാക് എന്ന് പറയുമ്പം ഹാർട്ടിൻ്റെ എന്ന് പറയുന്ന പോലെയാണ്. റീനൽ എന്ന് പറയുമ്പോൾ നമ്മൾ കിഡ്നീൻ്റെ. ന്യൂറോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ബാക്ടീരിയ അല്ലെങ്കിൽ സിൻഡ്രോം, സാർക്കോമ എന്നൊക്കെ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് എന്താണ്, പ്ലൂറലാണോ സിംഗുലറാണോ എന്നുള്ളതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇനി കണ്ടീഷൻസിന് ഹെമറേജ് പറഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുക. അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടാലൊക്കെ തിരിച്ചറിയാതിരിക്കുക, അതാണ് ലോസ് ഓഫ് സെൻസേഷൻ. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് കണ്ടീഷനാണ്. ഷുഗർ കൂടിയതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഒരു പെർട്ടിക്കുലർ അസുഖം, പാത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്. ആർത്രൈറ്റിസ്, ആർത്തർ എന്ന് പറഞ്ഞാൽ ജോയിൻസ് ആണ്. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ്. മയാൽജിയ, മസിൽസിൻ്റെ പെയിനാണ് മയാൽജിയ. ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുകളാണ്. പൊറോസിസ് എന്ന് പറഞ്ഞാൽ വീക്കണാവുക അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ദ്വാരങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അത് വീക്കായി പോകുന്നത്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ്. നമുക്കിനി നെക്സ്റ്റ് വരുന്നത് പ്രിഫിക്സുകളാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ തലഭാഗം എന്തൊക്കെ കൊടുക്കാം, എങ്ങനെ ജോയിൻ ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾസുകളൊക്കെ പഠിച്ചു. ഇനി ഫസ്റ്റ് ഭാഗങ്ങൾ എങ്ങനെ കൊടുക്കും നമുക്ക്, അതിൻ്റെ എക്സാമ്പിൾസും ഡെഫിനിഷൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. First, prefixes added at the beginning of root words to modify or specify their meaning. ഇതെന്താണ്, പ്രിഫിക്സുകൾ നമ്മൾ പൊതുവെ ഒരു റൂട്ട് വേർഡിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ആഡ് ചെയ്യാറ്. ഇതിനെന്താണ്, ആ വേർഡിൻ്റെ അർത്ഥം മാറ്റാൻ ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫിക്സുകൾ യൂസ് ചെയ്യാറ്. ഹൈപ്പർ എന്ന് പറയുന്നത്
ആ ഒരു സംഭവം കൂടി എന്നുള്ളത് അറിയിക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെ പർപ്പസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് കണ്ടീഷൻസ്, ലൊക്കേഷൻ ഓർ ടൈം. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ടൈം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ പ്രിഫിക്സുകൾ യൂസ് ചെയ്യാറ്. എക്സാമ്പിൾസ്: ഹൈപ്പോ എന്ന് പറയുന്നത് കുറവ് ഇല്ലെങ്കിൽ ബിലോ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിഫിക്സുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. അബ്, അവേ ഫ്രം. അബ്നോർമൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നോർമൽ നിന്നും വളരെ ദൂരമായി നിൽക്കുന്നത്. അഡ്, ടുവേർഡ്സ്. ഡിസ്, ബാഡ്, ഡിഫിക്കൽട്ട് ഇല്ലെങ്കിൽ പെയിൻഫുൾ. യു, ഗുഡ്, നോർമൽ, വെൽ, ഈസി. ഹൈപ്പോ, എക്സസീവ് ഓർ ഇൻക്രീസ്. ഹൈപ്പോ, deficient or decreased. Inter, between or among. Intra, within or inside. Sub, under, less or below. Supra, above or excessive. ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ്. അബ്ഡമൻ എന്ന് പറയുന്നത് നമ്മുടെ വയറ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേർഡ് പാർട്സിലോട്ട് പോകാം. എന്താണ് ഈ വേർഡ് പാർട്സ് എന്ന് പറയുന്നത്? നമ്മൾ റൂട്ട് വേർഡ് പഠിച്ചിരുന്നല്ലോ ഫസ്റ്റ്. അപ്പം ആ റൂട്ട് വേർഡ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വേർഡ് പാർട്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേർഡ് പാർട്സിൽ നമുക്ക് എക്സാമ്പിൾസുകൾ കാണാം. ഇപ്പം നമ്മുടെ ഒരു ബോഡി പാർട്ടാണ് അബ്ഡമൻ. അബ്ഡമൻ എന്ന് പറയുന്നത് വയറ് ഭാഗമുള്ള ലൊക്കേഷനാണ്. ഇതിന് ഗ്രീക്കിൽ ലെപ്പാരോ എന്നും ലാറ്റിനിൽ റൂട്ട് എന്നും അബ്ഡമൻ എന്നും പറയുന്നു. ബ്ലഡിന് ഹെമറ്റോ സാങ്ക്യോ, ബോണിന് ഓസ്റ്റിയോ ഓസി, ബ്രെയിനിന് എൻസിഫാലോ അല്ലെങ്കിൽ സെറിബ്രോ, ഐലിഡ് ബ്ലിഫാരോ അല്ലെങ്കിൽ പാൽപെബ്ബർ, കിഡ്നിന് നെഫ്രോ അല്ലെങ്കിൽ റീനൽ, നോസിന് റൈനോ അല്ലെങ്കിൽ നേസൽ. ഇത് രണ്ട് യൂസ് ചെയ്ത കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനാണ്. ഒരു വേർഡ് ഗ്രീക്കിൽ നിന്നുള്ള ഒറിജിനാണ്, മറ്റത് ലാറ്റിൻ വേർഡ്സിൽ നിന്നുള്ള ഒറിജിൻസ് ആണ്. ഇതാണ് നമ്മുടെ വേർഡ് പാർട്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കമ്പൈനിങ് വവൽസ്. എന്തായിരിക്കും ഈ കമ്പൈനിങ് വവൽസുകൾ എന്ന് പറയുന്നത്? കമ്പൈനിങ് വവൽസ് ആ വേർഡ് മീനിങ് തന്നെ ഉണ്ട്. നമുക്കറിയാം നമ്മളെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ കോൺസണൻസും വവൽസുകളുമാണ് ഉള്ളത്. അപ്പം ഈ വവൽസുകൾ എന്തൊക്കെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് കമ്പൈനിങ് വവൽസുകൾ എന്ന് പറയുന്നത്. വവൽസുകൾ എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വവൽസ് ഒ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷൻ. വവൽസ് യൂസ് ടു കണക്ട് റൂട്ട് വേർഡ്സ്, പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ്. നമ്മുടെ ഒരു മെഡിക്കൽ ടെർമിനോളജിയിലുള്ള റൂട്ട് വേർഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സോ ലെറ്റേഴ്സിനെയാണ് നമ്മൾ കമ്പൈനിങ് വവൽസുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓം ഐയുമാണ്. പർപ്പസ് ഫെസിലിറ്റേറ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇംപ്രൂവ് ദ വേർഡ് ഫോർമേഷൻ. ഇതുകൊണ്ടുള്ള യൂസ് ചെയ്താലുള്ള ഉപകാരം എന്താണ്? നമുക്ക് ഒന്നും കൂടി പറയാൻ എളുപ്പവും അതേപോലെ ആ പ്രൊനൗൺസിയേഷൻസ് ഇതാകും. നെക്സ്റ്റ് എക്സാമ്പിൾസുകളാണ് ന്യൂറോപ്ലാസ്റ്റി. അപ്പം ന്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട് വേർഡ്സിലോട്ട് പ്ലാസ്റ്റി എന്ന് പറഞ്ഞ വേർഡിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ഐ വെച്ചിട്ട്. ഇപ്പം നെഫ്രൈറ്റിസ്, നെഫ്ര എന്ന് പറഞ്ഞിട്ടുണ്ട് കിഡ്നി ആയിരുന്നു, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. ഇത് രണ്ടിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ എന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നെഫ്രൈറ്റിസ്. ഇതാണ് കമ്പൈനിങ് വവൽസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് റീക്യാപ്പ് ചെയ്യാം എന്തൊക്കെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലോ ക്ലാസ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായതെന്ന്. ഏറ്റവും ഫസ്റ്റ്
ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഫണ്ടമെൻ്റൽ, ഒരു വേർഡിൽ എന്തൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വേർഡ് റൂട്ട് എന്ന് പറയും. അതാണ് ആ വേർഡിൻ്റെ ഫുൾ അർത്ഥം വരുന്നത്. അതിന് എക്സാമ്പിൾ കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഇനി നമുക്കുണ്ടാകുന്നത് ഒന്നില്ലെങ്കിൽ വാല്, ഇല്ലെങ്കിൽ അതിൻ്റെ തല. അപ്പം ഒരു വേർഡ് കഴിഞ്ഞിട്ടാണ് അത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സഫിക്സുകൾ എന്നുള്ളത്. ഓക്കെ, ഐറ്റിസ്, ഓളജി എന്നൊക്കെ പറയുന്നത് സഫിക്സുകളാണ്. ബാക്ടീരിയ, ബാക്ടീരിയം എന്ന് പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസുകൾ നമ്മൾ പഠിച്ചു. ഇനി ഒരു റൂട്ട് വേർഡിൻ്റെ തൊട്ട് മുന്നേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രിഫിക്സസ് എന്ന് പറയും. ഓക്കെ, ഹൈപ്പോ, ഹൈപ്പർ, സുപ്ര, സബ്, അബ്, എഡ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് പ്രിഫിക്സുകളാണ്. ഇനി ഈ ഒരു റൂട്ട് വേർഡ് ഒരിക്കലും എന്താവില്ല, സിംഗിളായിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ഇതർ പ്രിഫിക്സോ സഫിക്സോ ഇല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു വേർഡാണ് വരുന്നത്. ഇതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സുകളെയാണ് നമ്മൾ കമ്പൈനിങ് വവൽസുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസുകളും നമ്മൾ കവറപ്പ് ചെയ്തു. ഓക്കെ, അതിലേറ്റവും കോമൺ ആയിട്ട് വരുന്ന 2 ലെറ്റേഴ്സുകളാണ് ഒ, അതേപോലെ ഐ. ഓക്കെ, അപ്പോൾ കാർഡിയോളജി എന്നുള്ളതിൽ ഒ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നെഫ്രൈറ്റിസ് എന്നുള്ളതിൽ ഐ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായതോ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഈ ഒരു നമ്പറിലോട്ടോ ഈ ഒരു ഇതിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.